will get the samples on Wednesday. I will send it by courier. Thank you. Let me see. ഞാൻ ബാങ്കിന്റെ ചെയർമാനോട് സംസാരിക്കട്ടെ. May I? ഹലോ രാജേന്ദ്രൻ. രവിയേട്ടൻ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ കാർ അയച്ചു തരുമായിരുന്നു. ബസ് യാത്രയുടെ രസം ഇടയ്ക്ക് അറിയണ്ടേ? ഇപ്പൊ ആവശ്യമല്ല. എനിക്കവിടെ ഒന്ന് കാണാൻ പറ്റിയില്ല, സീസൺ അല്ലേ. ബയേഴ്സ് വരാൻ തുടങ്ങിയ കൂട്ടത്തോടെ വരവ്. ഹൗ ഡു യു ഫീൽ നോ? ഫസ്റ്റ് ക്ലാസ്. യാത്ര പറഞ്ഞ് നഗരത്തോട് വീണ്ടും വന്നൊന്ന് കുശലം പറയണമെന്ന് തോന്നി. ചില ഫ്രണ്ട്സിനെ കാണണം, ഒരുപക്ഷെ ഓഫീസിലും കയറണം. എനിക്കിതൊരു സെലിബ്രേഷൻ ആണല്ലോ. കഴിയുമെങ്കിൽ സ്പിൽബർഗിന്റെ പടം കൂടെ കണ്ടിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് മടങ്ങണം. ഗുഡ്, വെരി ഗുഡ്. സന്ധ്യയ്ക്ക് എനിക്ക് യോഗ, മെഡിറ്റേഷൻ, കഷായം ഒക്കെ ഉണ്ട്. എല്ലാം പെട്ടെന്ന് കഴിക്കണം. താൻ ഫ്രീ ആണോ? ഒരു റൗണ്ട് ഫിലിം വേണ്ടെന്ന് വെക്കാം. ഞാൻ ഫ്രീ അല്ലല്ലോ. അർജന്റ് ആയ ചില ഫാക്സ് മെസ്സേജസ് വരാനുണ്ട്. ഉടൻ റിപ്ലൈ കൊടുക്കേണ്ട കേസുകളാണ്. എറണാകുളത്ത് പോയി വണ്ടി വന്നോ? ഇല്ല സാർ, വണ്ടി ഇല്ലല്ലോ. ഞാനൊരു ടാക്സി വിളിച്ചു തരാം. വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. അതിലും പ്രധാനം എനിക്ക് തന്നോട് വേറെയും ചിലത് സംസാരിക്കാനുണ്ട്. ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഈ ആഴ്ച മുഴുവൻ ഞാൻ ബിസി. ഒരു അരമണിക്കൂർ. ആളുകൾ കാത്തിരിക്കുന്ന ഒരു വേട്ട. ഇൻഷുറൻസുകാരോട് വരാൻ പറ. നൈസ് ടു സീ രവേട്ട. സുഖമായോ സാർ? ഇപ്പൊ വലിയ കുഴപ്പമില്ല. നമസ്കാരം. നമസ്തേ സാർ. സാറിന്റെ മുറിയിലായിപ്പോ നമ്പ്യാ സാർ ഇരിക്കണേ. സാർ ചായ പറയണം? വേണ്ട. എന്റെ ടേബിളിൽ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും മാറ്റിയിട്ടില്ല സാർ. നമ്പ്യാർ സാർ ഇവിടെയാണ് ഇപ്പോൾ ഇരിക്കണമെന്നേ ഉള്ളൂ. മാറ്റണമെന്ന് പറഞ്ഞപ്പോഴാ സാർ ആസ്പത്രിയിൽ നിന്ന്. സാർ എന്നാ ജോലി ചേരണേ? നിശ്ചയിച്ചിട്ടില്ല. ബാബു നൈറ്റ് ഡ്യൂട്ടി ആവൂലേ? അതെ സാർ, എന്നും ലാസ്റ്റ് ഷിഫ്റ്റാ. ബാബുനോടെ എന്റെ പേപ്പേഴ്സ് ബുക്കൊക്കെ ഒന്ന് നോക്കി മാറ്റി വയ്ക്കാൻ പറയും. ശരി സാർ. ബസ് യാത്ര കൊണ്ട് ക്ഷീണിച്ചോ? ഏയ് സാറില്ല. രവി പോണത് മാലിനിക്ക് അറിയില്ലേ? ത്രൂ ബസ് കിട്ടിയില്ല മാലിനിക്ക്. കോളേജിൽ റിസൾട്ട് തയ്യാറാക്കണ പണിയുണ്ടെന്ന് പറഞ്ഞു. ഒരുമിച്ച് പോവായിരുന്നില്ലേ? എനിക്ക് വേറെ ചില സ്ഥലങ്ങളിലും പോകാനുണ്ടായിരുന്നു. ആഫീസുകാരെ എന്ത് നിശ്ചയിച്ചു? തൽക്കാലം ഞാൻ ചേരുന്നില്ല. ചെലവിനുള്ളത് നമുക്ക് തോട്ടത്തിൽ നിന്നും കൃഷിയിൽ നിന്നൊക്കെ ആയിട്ട് കിട്ടില്ലേ? കൃഷി ഇപ്പൊ നഷ്ടാ. കാലാകാലം ചെയ്തു വരുന്നത് നിർത്തേണ്ടത് ഞങ്ങൾ കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. തേങ്ങയ്ക്ക് കടലാസിൽ കാണുന്ന വിലൊന്നും കുറ്റിക്കാർ തരില്ല. അങ്ങനെ നഷ്ടം സഹിച്ച് എന്തിനാ കൃഷി നടത്തിക്കൊണ്ട് പോണേ? വിട്ടേക്ക. ചെറുമേ, ഞാൻ സന്ധ്യയ്ക്ക് കുടിക്കുന്ന ഒരു കഷായം ഉണ്ടായിരുന്നു. ഓ, അത് മറന്നു. ഉണ്ടാക്കാം. ചെറിയമ്മയ്ക്ക് വയസ്സായി. കുഞ്ഞ് അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ വയ്യാണ്ടായിരിക്കുന്നു. സഹായത്തിനൊന്നിനെ കിട്ടാനും ഇല്ല. പുറം പണിക്ക് പോയാൽ 35-40 കിട്ടും. പിന്നെ ആരെങ്കിലും അടുക്കള പണിക്ക് നിൽക്കുവോ? പ്രശ്നാക്കല്, തറവാട് നിലനിർത്തല്, കാശ് കോലായിൽ ആദ്യം വെക്കണമെന്ന് തീരെ എഴുതും. നോക്കിക്കോ. അതൊക്കെ കേട്ടാലെന്താ? ചെറിയമ്മോട് മക്കളോടുള്ളൊരു സ്നേഹം. വയ്യാണ്ടാകുമ്പോ പണി പേറാൻ അവര് വേണല്ലോ. കുട്ടിയമ്മയില്ലേ? അമ്മ രാവിലത്തെ ബസ്സില് വിളയൂർക്ക് പോയി.
മുത്തശ്ശിയുടെ താഴെയുള്ള അനുജത്തി മരിച്ചുവെന്ന് രാത്രി ആള് വന്നു. നീ എന്താ ഇപ്പൊ അങ്ങോട്ടും തീരെ വരാറില്ലല്ലോ? സഹായത്തിന് അവിടെ എല്ലാരും ഉണ്ടല്ലോ. നീ ദിവസവും 1-2 മണിക്കൂർ വാ. ഉച്ചയ്ക്ക് ശേഷം മതി. നിനക്ക് ഇഷ്ടമുള്ളൊരു ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന എഴുതിയെടുക്കാനാ. ഞാൻ പരീക്ഷിച്ചു നോക്കി. കുറച്ച് അധികം എഴുതുമ്പോ കഴുത്തിന് വേദന, കൈക്കൊരു പറയല്. ഏട്ടത്തിന് എഴുതില്ലേ? എന്നെ കാര്യല്ലേ? നോണമ്മാന്റെ മകള് വെറും 10ാം ക്ലാസ് അല്ലേ? എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും 4 ആള് കൂടുന്നിടത്ത് കൊണ്ടുപോകാൻ പറ്റിയ ആളല്ലെന്ന് തോന്നിയിട്ടുണ്ടാവും. അന്ന് നാട്ടുകാരെല്ലാരും പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, വിചാരിച്ചിട്ടുമില്ല. ഒരു ഘട്ടത്തിൽ അങ്ങനെ ഇത് സംഭവിച്ചു. ജയിച്ച് സമാസമാക്കാന്ന് വെച്ച് 2ാം കളത്തിന് കരി നിർത്താൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ. ദുർഗെ, ഞാൻ പറയട്ടെ. വിടൂ, കൈ വിടൂ. പണ്ട് അപഖ്യാതി കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. വീണ്ടും പുന്നാരം തുടങ്ങിയെന്ന് പറയിപ്പിക്കാൻ ഇടവരുത്തണ്ട. ഞാനെന്തു കൂടെ, എപ്പോഴും ഞാൻ അടുത്തുണ്ട്. വേദന സഹിക്കാതെ കരഞ്ഞപ്പോഴൊക്കെ എന്നെ സമാധാനിപ്പിച്ച നീയാണോ ഈ പറയുന്നത്? അത് എപ്പോഴാ കണ്ണടയാന്ന് വിചാരിച്ച് കിടക്കുമ്പോഴല്ലേ അപ്പൊ പറയാൻ അവകാശമുണ്ടെന്ന് തോന്നി. ജീവിച്ചിരിക്കുമ്പോ അവകാശക്കാർ വേറെ ഉണ്ടല്ലോ. രഹസ്യക്കാരിയാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് കൂട്ടിക്കോളൂ. അവളോട് നോക്കാൻ പറ. ആ രാജേന്ദ്രനാവും. അവള് കുളിമുറിയിലാന്നാ തോന്നുന്നത്. എടുത്തോളൂ. ശല്യം. ഹലോ, ആര്? ആര്? കൃഷ്ണകുട്ടിയോ? എന്താ കൃഷ്ണകുട്ടി? കാർത്തികൻ കുട്ടികൾക്കും? ഹലോ, ഒന്ന് കേൾക്കില്ലല്ലോ. ആ, നീ ഒന്ന് വെച്ച് നോക്ക്. ഞാനാ. എന്താ കൃഷ്ണൻകുട്ടി? എന്ത് കത്ത് കിട്ടിയില്ലേ? ആ, പത്രാംശത്തിന്റെ കാര്യോ? അതെ, ഹരിജി ഇപ്പോഴാ അയക്കണ്ട. ഹരിജി അയക്കണ്ടാന്ന്. അതിലേ രവി ഇപ്പൊന്നും മരിക്കും തോന്നുന്നില്ല. ബാക്കി കാര്യങ്ങൾ കത്തിൽ എഴുതാം. പണ്ടാരോ പറഞ്ഞത് തെറ്റ്. മനുഷ്യൻ തനിച്ചല്ല മരിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോഴാണ് അവൻ തനി. കഷായത്തിന്റെ പൊടി ഒരാഴ്ചക്കും കൂടിയേ ഉണ്ടാവൂ. അവരയക്കും. രാജേന്ദ്രനെ കണ്ടതേ ഇല്ലല്ലോ, അത്രയ്ക്ക് ബിസിയാണ്. എന്തോ വയസ്സ് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടാവും. എനിക്ക് ഒരു മേജർ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇടയ്ക്ക് വല്ല കോളം എഴുതാം. 8 മണിക്കൂർ ഡെസ്കിലിരിക്കുന്ന പണി വയ്യ. ഞാൻ ചീഫിന് എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യുന്നവരെ ഇവിടെ 1-2 കൊല്ലം. ഹോസ്റ്റലിൽ ഒരുവിധം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഞാൻ മറ്റൊരു അറേഞ്ച്മെന്റിനെ പറ്റി പറഞ്ഞത് മനസ്സാകെ സമനില തെറ്റിയ സമയത്ത് ഞാൻ എന്തൊക്കെയോ വിഡിത്തങ്ങൾ. Forget it. Just forget it. ഹോസ്റ്റലിൽ താമസം, വീക്കെൻഡിലെ വരവും പോക്കും ബുദ്ധിമുട്ടല്ലേ? നമുക്ക് സുഖമായി കഴിയാനുള്ള വക നമുക്ക് ഈ തോട്ടത്തിൽ നിന്ന് കിട്ടും. ഡോക്ടർ ഉണ്ണി പറഞ്ഞതുപോലെ നല്ല ഒന്നാന്തരം ശ്വസിക്കുന്ന മണ്ണ്. നമുക്കിതൊരു വലിയ ഫാമാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്താ? നല്ലതാണ്. പക്ഷേ
ഞാൻ ജോലി വിടുന്നില്ല. എങ്കിൽ ശരി, നിർബന്ധിക്കുന്നില്ല. എനിക്ക് എന്റെ ജീവിതക്രമം ആകെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. അതിന് പറ്റിയ സ്ഥലം ഇത് തന്നെ. നിനക്കെന്താ പ്രശ്നം? എന്താ പ്രോബ്ലം? അറിയില്ലേ, പുതിയൊരു ജീവിതക്രമം എനിക്കും കൽപ്പിച്ചത് ദാ ഇവിടെ വെച്ച് തന്നെയായിരുന്നു. അത് ചിട്ടപ്പെടുത്താൻ ഞാനും ഓടി നടക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല, മരണം മുന്നിലെത്തിയെന്ന് തോന്നിയപ്പോ പലതും ആലോചിച്ചു പോയി. ആ കൺഫ്യൂഷൻ പെട്ടതായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ എന്ന് വെച്ചോളൂ. പറഞ്ഞത് അത് മാത്രമല്ല, ജീവിതത്തിന്റെ വലിയൊരു കണക്കെടുപ്പ് നടത്തി മറന്നു കിടന്നതൊക്കെ വലിച്ചു പുറത്തിടുകയും ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഐ ക്യാൻ റിപ്പീറ്റ് വേർഡ് യു സെഡ് വേർഡ് ബൈ വേർഡ്.